ഇരകളുടെ മസ്തിഷ്കം പാകം ചെയ്ത് കഴിക്കുന്നതാണ് അയാൾക്ക് ഏറെ പ്രിയങ്കരം. തലയോട്ടിയിൽ നിന്ന് ജ്യൂസ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇയാൾ അവയുമായി സംസാരിക്കും. നോർത്ത് ഇന്ത്യയിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ ഒരു ചെറിയ വീടിന്റെ വാതിൽ തുറന്ന് രാജ പുറത്തേക്ക് വന്നു. വരാന്തയിൽ കിടന്ന പത്രമെടുത്ത് രാജ ആവേശത്തോടെ വായിക്കുകയാണ്. അതീവ ശ്രദ്ധയോടെയുള്ള രാജയുടെ പത്രം വായന കണ്ട രാജയുടെ വൈഫ് രാജയോട് പറഞ്ഞു, ഇതെന്താണ് പതിവില്ലാതെ നിങ്ങൾ പത്രം വായിക്കുന്നത്? എന്നാൽ ഇതൊന്നും കേൾക്കാതെ രാജ പത്രവായനയിൽ മുഴുകിയിരുന്നു. എന്നാൽ രാജ വായിച്ചത് എല്ലാം പത്രത്തിലെ ഒരു ജേർണലിസ്റ്റിൻ്റെ ആർട്ടിക്കിളാണ്. കാരണം ആ ജേർണലിസ്റ്റിന് തൻ്റെ മേഖലയിൽ വലിയ അംഗീകാരങ്ങൾ ലഭിച്ചു. അയാളുടെ ആർട്ടിക്കിളുകളെല്ലാം വളരെ പോപ്പുലറായി. അങ്ങനെ രാജയുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉടലെടുത്തു. രാജയ്ക്കും ആ ജേർണലിസ്റ്റിനെ പോലെ വലിയ ഉയരങ്ങളിലെത്തണം, വലിയ അറിവ് നേടണം. അതിന് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ചിന്തിച്ച രാജ ഒടുവിൽ ഈ ജേർണലിസ്റ്റുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ജേർണലിസ്റ്റും രാജയും വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറി. അങ്ങനെ ഒരു ദിവസം രാജ തൻ്റെ സുഹൃത്തിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. രാജയുടെ ക്ഷണപ്രകാരം വീട്ടിലെത്തിയ സുഹൃത്തിനെ രാജ കൊല്ലുന്നു. പിന്നീട് അയാളുടെ ശിരസറുത്ത് തലയൂട്ടി പൊളിച്ച് അതിൽ നിന്നും അയാളുടെ ബ്രെയിൻ പുറത്തെടുക്കുന്നു. പിന്നീട് ഈ ബ്രെയിൻ ചുട്ടു തിളയ്ക്കുന്ന വെള്ളത്തിലേക്കിട്ട് അതിനെ ഒരു സൂപ്പാക്കി മാറ്റി. അങ്ങനെ രാജ തൻ്റെ സുഹൃത്തിൻ്റെ തലച്ചോറിൽ നിന്നുണ്ടാക്കിയ സൂപ്പ് കുടിക്കുന്നു. രാജ ഇതെല്ലാം ചെയ്യുന്നതിന് ഒരു കാരണം രാജ കണ്ടെത്തി. അത് ഇങ്ങനെയായിരുന്നു. വളരെ അറിവും വിവരവും ബുദ്ധിയുമുള്ള ആ ജേർണലിസ്റ്റിൻ്റെ ബ്രെയിൻ സൂപ്പാക്കി കുടിച്ചാൽ രാജയ്ക്കും അയാളെ പോലെ നല്ല ഉയർച്ച ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവും എന്നാണ് അയാൾ വിചാരിച്ചിരുന്നത്. ഹബീബി, കം ടു മൈ ചാനൽ. കഥ നടക്കുന്നത് അങ്ങ് നോർത്ത് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ അലഹബാദിലെ ഇന്നത്തെ പ്രയാഗ് രാജിലാണ്. ആജ് എന്ന ഹിന്ദി പത്രത്തിൽ പ്രവർത്തിക്കുന്ന 32കാരനായ ധീരേന്ദ്ര സിംഗ് എന്ന പത്രപ്രവർത്തകനെ 2001 ഡിസംബർ 14 കാണാതെയാവും. തൻ്റെ ഗ്രാമത്തിൽ പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞ് കാണാമെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞ് പോയ ധീരേന്ദ്ര സിംഗ് പെട്ടെന്ന് അപ്രത്യക്ഷനായി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് തിരികെ വരാമെന്ന് പറഞ്ഞു പോയ ധീരേന്ദ്ര സിംഗിനെ ദിവസങ്ങളോളമായിട്ടും കാണാതെയായി. പ്രായത്തിൻ്റെ ചുറുചുറുക്കും തൻ്റെ പ്രവൃത്തി മേഖലയിലുള്ള സത്യസന്ധതയും മൂലം ധീരേന്ദ്ര സിംഗിന് ഒരുപാട് ശത്രുക്കളും ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഭയത്തിൻ്റെ വിത്തുകൾ മുളപ്പിച്ചു. അങ്ങനെ പതിയെ അവർ മനസ്സിലാക്കി തങ്ങളുടെ സുഹൃത്തായ ധീരേന്ദ്രന് എന്തോ ഒരു ആപത്ത് ഉണ്ടായിരിക്കുന്നു എന്ന്. അങ്ങനെ അവർ ധീരേന്ദ്രൻ്റെ ഫോണിൽ മാറി മാറി വിളിച്ചു. പക്ഷേ മറുതലയ്ക്കൽ മറുപടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ സഹപ്രവർത്തകർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അന്നത്തെ സ്റ്റേഷൻ SHO ആയിരുന്ന SN ത്രിപാഠി അന്വേഷണം ആരംഭിച്ചു. ത്രിപാഠി സിംഗിന്റെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. തുടർന്ന് ഡിസംബർ 16 സിംഗിന്റെ ഫോണിലേക്ക് ഒരു ലാൻഡ് ലൈനിൽ നിന്നും കോൾ വന്നു എന്ന് ത്രിപാഠി കണ്ടെത്തി. പിന്നീട് ആ നമ്പറിനെ ചുറ്റിപ്പറ്റി ത്രിപാഠിയും സംഘവും അന്വേഷണം വ്യാപകമാക്കി. ഒടുവിൽ പ്രയാഗ്രാജിലുള്ള ഒരു വീട്ടിലെ ലാൻഡ് ലൈനിന്റെ നമ്പറാണ് അതെന്ന് കണ്ടെത്തി. ഭൂലൻ ദേവി എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ ഭർത്താവായ രാജാ കൊലാന്തറിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ ലാൻഡ് ലൈൻ ഫോൺ. ഈ ഭൂലൻ ദേവി അവിടുത്തെ ഒരു പ്രാദേശിക പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു. അങ്ങനെ ത്രിപാഠിയുടെയും സംഘത്തിന്റെയും അന്വേഷണം ഭൂലൻ ദേവിയുടെ ഭർത്താവായ രാജാ കൊലാന്തറിലേക്ക് കേന്ദ്രീകരിച്ചു. ഈ രാജാ കൊലാന്തർ
സർക്കാർ ഓർഡിനൻസ് ഫാക്ടറിയിലെ ജീവനക്കാരനായും ഡ്രൈവറായും ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ തുടർന്നുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലും വലിയ ഒരു സത്യത്തിലേക്കായിരുന്നു വഴിതെളിച്ചത്. SHO ത്രിപാഠിയുടെ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും കൊലാന്തറിന് പിടിച്ചു നിൽക്കാനായില്ല. രാജാ കൊലാന്തറിലേക്കുള്ള അന്വേഷണത്തിന് തുടക്കമിടുന്നത് അയാളുടെ ഡയറി കണ്ടെത്തിയതിന് ശേഷമാണ്. കാരണം കൊലാന്തറ ഡയറി ഉപയോഗിച്ചിരുന്നത് അയാളുടെ ഇരകളുടെ പേര് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു. ശേഷമുണ്ടായ ത്രിപാഠിയുടെ ചോദ്യം ചെയ്യലിൽ അയാളുടെ നൈനിയിലെ ഫാം ഫാക്ടറിയെ പറ്റി വെളിപ്പെടുത്തി. തുടർന്ന് ഫാം ഹൗസിലും പരിസരത്തും പോലീസ് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ കൊലാന്തർ സമ്മതിച്ചു മാധ്യമപ്രവർത്തകനെ കൊലാന്തർ കൊന്നു എന്നുള്ളത്. പിന്നീട് പോലീസ് നടത്തിയ കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു. കൊലാന്തർ ഒരു ബോൺ ക്രിമിനലാണ്. വാഹനമോഷണമായിരുന്നു അയാളുടെ പ്രധാന ക്രൈം. ഇയാൾ മോഷ്ടിക്കുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരെ അതിക്രൂരമായി കൊല്ലുക എന്നുള്ളതായിരുന്നു അയാളുടെ ആനന്ദം. മിക്ക വാഹനത്തിലെയും ഡ്രൈവർമാരെ ഇയാൾ വെടിവെച്ചായിരുന്നു കൊലപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മോഷണമായിരുന്നില്ല, കൊലപാതകമായിരുന്നു അയാളുടെ ലക്ഷ്യമെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. കൊലാന്തറിന്റെ കൊലപാതകങ്ങളുടെ പാറ്റേൺ എല്ലാം ഒരേ രീതിയിലുള്ളതായിരുന്നു. പിന്നിൽ നിന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടി. പിന്നീട് ഈ മൃതദേഹങ്ങൾ പല കഷ്ണങ്ങളായി കീറി മുറിക്കും. എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല ഭീതി ഉണർത്തിയ കാര്യം. ഈ ആളുകളെ എല്ലാം കൊന്നതിനു ശേഷം അയാളൊരു നരഭോജിയായി മാറുകയായിരുന്നു എന്നുള്ളതാണ്. അതിന് കൊലാന്തർ കൂട്ടുപിടിച്ചത് ദുർമന്ത്രവാദത്തെയും. ഈ വെട്ടിമുറിച്ച മൃതദേഹങ്ങൾ പാകം ചെയ്ത് കൊലാന്തർ കഴിച്ചിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. ഉന്മാദത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും പരകോടിയിൽ അയാൾ കൊന്ന മൃതദേഹങ്ങളോട് കാണിച്ച അതിക്രൂരതയെല്ലാം തന്നെ അയാളുടെ ഡയറിയിൽ അയാൾ ഇങ്ങനെ കുറിച്ചിരുന്നു: ഇരകളുടെ മസ്തിഷ്കം പാകം ചെയ്ത് കഴിക്കുന്നതാണ് അയാൾക്ക് ഏറെ പ്രിയങ്കരമെന്ന്. ഈ തലയോട്ടിയിൽ നിന്ന് ജ്യൂസ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇയാൾ അവയുമായി സംസാരിക്കും. അങ്ങനെ ഭ്രാന്തമായ മനുഷ്യ മനസ്സിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമായ കാര്യങ്ങളായിരുന്നു അയാൾ കൊന്ന മൃതദേഹങ്ങളോട് കാണിച്ചിരുന്നത്. അത് മാത്രവുമല്ല, ഇയാൾ കൊന്ന ഓരോ വ്യക്തിയുടെയും തലയോട്ടി അയാൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. അതിന് അയാളുടെ വാദം ഇങ്ങനെയായിരുന്നു: ഇവയെല്ലാം ഞാൻ ചെയ്ത കൊലപാതകത്തിൻ്റെ ട്രോഫികളാണ് എന്ന്. ചോദ്യം ചെയ്യലിൽ പോലീസ് ചോദിച്ച പല ചോദ്യങ്ങൾക്കും കൊലാന്തർ നൽകിയ മറുപടി പോലീസിനെ വരെ ആശ്ചര്യപ്പെടുത്തി. ഇരകളുടെ തലച്ചോറ് പാകം ചെയ്ത് കഴിക്കുന്നത് വഴി അവരുടെ ബുദ്ധിയും ശക്തിയും അയാൾക്ക് കിട്ടുമെന്ന് കൊലാന്തർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. കൊലാന്തറിന്റെ ആദ്യത്തെ ഇര അയാളുടെ സഹപ്രവർത്തകനായ കാളീചരൻ ശ്രീവാസ്തവയായിരുന്നു. ശ്രീവാസ്തവ ഉയർന്ന ജാതിയിലുള്ള ആളും അക്കൗണ്ടിംഗ്, എഴുത്ത് എന്നിവയിൽ അതീവ നൈപുണ്യമുള്ളവനുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്ന് അവൻ്റെ തലച്ചോറ് സൂപ്പാക്കി കുടിച്ചത് എന്നാണ് കൊലാന്തർ പോലീസിനോട് പറഞ്ഞത്. പോലീസിന് വ്യക്തമായ തെളിവില്ലെങ്കിലും പോലീസിന്റെ നിഗമനം കൊലാന്തർ ഒരു അതിതീവ്രമായ നരഭോജി ആചാരങ്ങൾ വിശ്വസിച്ചും പാലിച്ചും വന്നിരുന്നവനായിരുന്നു എന്നാണ്. ധീരേന്ദ്ര സിംഗിന്റെ കൊലപാതകത്തിൽ അയാളുടെ ഭാര്യ സഹോദരനും കൊലാന്തറിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊലാന്തറിന്റെ കൊലപാതകങ്ങളെപ്പറ്റി ധീരേന്ദ്ര സിംഗ് മനസ്സിലാക്കിയത് കൊണ്ടാകാം കൊലാന്തർ ധീരേന്ദ്ര സിംഗിനെ കൊന്നത് എന്ന് പോലീസ് പറയുന്നു. 1098 കൊലാന്തറിന്റെ
ആദ്യ കൊലപാതകം മുതൽ പിന്നീട് ഇങ്ങ് 2001 ധീരേന്ദ്ര സിംഗിനെ കൊല്ലുന്നതുവരെ ഈ കൊലപാതക ശൃംഖല കൊലാന്തർ നടത്തിക്കൊണ്ടേയിരുന്നു. 2002 നെറ്റ്ഫ്ലിക്സ് ഇന്ത്യൻ പ്രിഡേറ്റേഴ്സ് എന്ന പേരിൽ ഒരുപറ്റം മനുഷ്യ മനസാക്ഷിയെ വിറപ്പിച്ച സീരിയൽ കില്ലേഴ്സിൻ്റെ കഥകൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഡോക്യുമെൻ്ററി പുറത്തിറക്കിയിരുന്നു. അതിലെ ആദ്യ കഥയും കൊലാന്തറിൻ്റേതായിരുന്നു, എ ഡയറി ഓഫ് എ സീരിയൽ കില്ലർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.